ദുബായിൽ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കിനുള്ള നിരോധനം നിലവിൽ വന്നു. ദുബായ് കിരീടാവകാശിയും UAE എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗവുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ റാഷിദ് അൽ മക്തൂമാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. പുതുവർഷത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ മാതൃകയ്ക്ക് കൂടി തുടക്കമിട്ടിരിക്കുകയാണ് ദുബായ്. ഇന്നു മുതൽ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കുകൾക്ക് ദുബായിൽ നിരോധനം നിലവിലുണ്ടാകും. ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. പരിസ്ഥിതി സൗഹൃദ നടപടികളുടെ ഭാഗമായി രാജ്യത്ത് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവും വിപണിയും ഘട്ടം ഘട്ടമായി നിരോധിക്കാനുള്ള UAEയുടെ തീരുമാനത്തിന്റെ ഭാഗമായാണ് നടപടി. നിയമം ലംഘിച്ചാൽ 200 ദിർഹം പിഴ ഈടാക്കും. ഒരു വർഷത്തിനിടെ നിയമലംഘനം ആവർത്തിച്ചാൽ ഓരോ തവണയും ഇരട്ടി പിഴ ഈടാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം മത്സ്യം, പച്ചക്കറികൾ, മാംസം, ധാന്യങ്ങൾ, പഴങ്ങൾ, റൊട്ടി, മാലിന്യസഞ്ചി, കയറ്റുമതി അല്ലെങ്കിൽ പുനർകയറ്റുമതി എന്നിവയ്ക്കായി ഉദ്ദേശിച്ചുള്ള ഉൽപ്പന്നങ്ങൾ എന്നിവ പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന നേർത്ത ബാഗുകളുടെ റോളുകളെ നിരോധനത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. 24 ദുബായ്.